ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഇത് നമുക്ക് വേഗം വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിനാകെ പൊട്ടറ്റോസ് മാത്രമാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ളൂ. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഈ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് 2 മാസം വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആവശ്യമുള്ളപ്പോൾ മാത്രം പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഞാൻ തൊള്ളി കളഞ്ഞു വെച്ചിട്ടുള്ള പൊട്ടറ്റോനെ നീളത്തിൽ ചിപ്സിൻ്റെ സ്ട്രിപ്സ് ആക്കി മുറിച്ചെടുക്കുന്നതാണ്. അപ്പം ഞാൻ ഇതുപോലെയുള്ള സ്ട്രിപ്സ് ആക്കിയിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ള പൊട്ടറ്റോൻ്റെ. അപ്പോൾ പൊട്ടറ്റോ മുറിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ തണുത്ത വെള്ളത്തിലിട്ട് വെക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ കളറ് മാറും, ഇതിനൊരു ഡിസ്കളറേഷൻ ഉണ്ടാവും. അപ്പം ഞാൻ പൊട്ടറ്റോ എല്ലാം മുറിച്ചിട്ട് ഇപ്പം ഇതിൻ്റെ അകത്ത് സ്റ്റാർച്ച് ഇളകി വന്നിട്ടുണ്ട് പൊട്ടറ്റോൻ്റെ. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് നമ്മളിങ്ങനെ സോക്ക് ചെയ്ത് വെക്കണം, എന്നിട്ട് ഡ്രെയിൻ ചെയ്യണം. ഇനി നമ്മൾ ഈ വെള്ളം നന്നായിട്ട് അങ്ങ് അരിച്ച് കളയണം. നമ്മൾ വെള്ളം മൊത്തമായിട്ട് അരിച്ചു കഴിഞ്ഞ ശേഷം ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഇപ്പം ഞാൻ 1 കപ്പ് തിളച്ച വെള്ളം ഒഴിക്കുന്നതാണ്. നമ്മൾ പൊട്ടറ്റോ തിളച്ച വെള്ളത്തിൻ്റെ അകത്ത് നന്നായിട്ട് മുങ്ങി കിടന്നിരിക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുക. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കത് ഡ്രെയിൻ ചെയ്യാം. ഇനി നന്നായിട്ട് മാക്സിമം വെള്ളം നമ്മൾ അരിച്ച് കളയേണ്ടതാണ്. ഇനി നമ്മളിതിന് ഒരു പേപ്പർ ടവലിലോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിലോ നിരത്തിയിട്ട് നന്നായിട്ട് ഒന്ന് ഉണങ്ങുന്നവരെ, ഇതിൻ്റെ മേലെയുള്ള വെള്ളം നന്നായിട്ട് ഉണങ്ങുന്നവരെ ഒരു 10 മിനിറ്റ് ഇങ്ങനെ നല്ലോണം നിരത്തി കൊടുക്കേണ്ടതാണ്. ഞാനിതിൻ്റെ മുകളിലുള്ള വെള്ളത്തിന് വേറൊരു പേപ്പർ ടവലുകൊണ്ട് നന്നായിട്ട് ഒപ്പിയെടുക്കുന്നു. ഞാൻ 10 മിനിറ്റ് ഉണക്കാൻ വെച്ചിട്ട് എൻ്റെ പൊട്ടറ്റോ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി നിങ്ങൾക്ക് വേണ്ടിക്കൽ ഉണക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി തിളച്ച എണ്ണയിലേക്ക് ഞാനിനി ഒരു പിടി ചിപ്സ് ഇടുകയാണ്. നമ്മളെ ചിപ്സ് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്കിതിനെ കോരിയെടുക്കാം.